നമസ്കാരം. ഈ ഒരു വീഡിയോ പ്രപഞ്ചശക്തി നിങ്ങളിലേക്ക് എത്തിച്ചതാണ്. കാരണം ഇപ്പോൾ നിങ്ങൾ കേൾക്കാൻ പോകുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റത്തിന് തുടക്കമായിരിക്കും. നിങ്ങൾ ഉള്ളിൽ ആഗ്രഹിച്ച ആ കാര്യം, നിങ്ങൾ പ്രാർത്ഥിച്ച ആ ലക്ഷ്യം ഇപ്പോൾ യാഥാർത്ഥ്യത്തിലേക്ക് എത്താൻ പോവുകയാണ് എന്നതിന് യൂണിവേഴ്സ് നൽകിയ ഒരു സൂചനയാണ് ഇത്. എന്തുകൊണ്ടാണ് നിങ്ങളിലേക്ക് ഈ വീഡിയോ എത്തിയത് എന്നല്ലേ? നിങ്ങളുടെ ഉള്ളിൽ ഒരു ആഗ്രഹമുണ്ട്, ആരും അറിയാത്തൊരു ലക്ഷ്യമുണ്ട്. നിങ്ങൾ പലതവണ ശ്രമിച്ചിട്ടും ചിലപ്പോൾ നടക്കാത്തത് കൊണ്ട് നിങ്ങൾ സംശയിച്ചിട്ട് വരെയുണ്ട്. എനിക്കിത് നടക്കുമോ, എൻ്റെ സമയം എപ്പോഴാണ് വരുന്നത് എന്നൊക്കെ അല്ലേ? പക്ഷേ ഇപ്പോൾ ഈ പ്രപഞ്ചം നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ സമയമാണിത്, നിങ്ങളുടെ സമയം എത്തിയിരിക്കുന്നു എന്നാണ്. ഇതൊരു മോട്ടിവേഷനൊന്നുമല്ല കേട്ടോ. പ്രപഞ്ചശക്തിക്ക് നിങ്ങളോടുള്ള ഒരു മെസ്സേജാണിത്. ഇനി നിങ്ങൾ കാത്തിരിക്കുന്ന സ്റ്റേജ് കഴിഞ്ഞു. ഇപ്പോൾ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന സമയങ്ങളാണ് ഇനിയുള്ളത്. ഇപ്പോൾ നിങ്ങൾ എവിടെയായാലും ഒരു മിനിറ്റ് നിങ്ങൾ ഒന്ന് നിർത്തി ചിന്തിക്കൂ. നിങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന കാര്യം എന്താണ്? പണമാണോ, വിജയമാണോ, ശാന്തവും സമാധാനവുമായുള്ള ഒരു ജീവിതമാണോ? അതെന്തൊക്കെ തന്നെയായാലും അത് നിങ്ങളിലേക്ക് അടുത്തെത്തിയിരിക്കുകയാണ്. കാരണം നിങ്ങളുടെ എനർജിയും ചിന്തയും മാറിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ വീഡിയോ നിങ്ങൾ കാണാൻ ഇടയാകുന്നത് തന്നെ. കാരണം ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് നിങ്ങളുടെ ലൈഫ് തന്നെ മാറാൻ സഹായിക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ. നിങ്ങൾ പ്രാർത്ഥിക്കുകയും കാത്തിരിക്കുകയും മാത്രം ചെയ്താൽ പോരാ, നിങ്ങളുടെ ആഗ്രഹത്തിന് വേണ്ടി ആക്ഷൻ എടുക്കുക കൂടി വേണം. പണം, വിജയം, നിങ്ങളുടെ കുടുംബത്തിന് ബെറ്റർ ലൈഫ്, ഇത് യാഥാർത്ഥ്യമാക്കാൻ 5 വഴികളുണ്ട്. ഇന്ന് വരെ നമ്മൾ പല കാരണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സമയമില്ല, സപ്പോർട്ടില്ല, വിജയിക്കാൻ ചാൻസ് ഇല്ല. വിജയിക്കാത്തതിൻ്റെ റീസൺ നമ്മൾ ആ ഒരു കാര്യത്തിന് വേണ്ടി എഫേർട്ട് ഇടുന്നില്ല എന്നതാണ്. നിങ്ങൾ നിങ്ങളുടെ ലൈഫ് ചേഞ്ചസ് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ വലിയൊരു മാറ്റം നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവരണം എങ്കിൽ ഈ ഒരു കാര്യം നിങ്ങൾ തീർച്ചയായും ഫോളോ ചെയ്താൽ മതിയാവും. നിങ്ങൾക്ക് ലൈഫിൽ വിജയിക്കണമെങ്കിൽ നിങ്ങൾക്ക് വേണ്ട ഒന്നാമത്തെ കാര്യം ഒരു വ്യക്തമായിട്ടുള്ള ഒരു ലക്ഷ്യമാണ്. ഉദാഹരണത്തിന് പറഞ്ഞാൽ, നിങ്ങൾക്കൊരു വീടാണ് ആഗ്രഹമെങ്കിൽ ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ടൊരു പ്ലാൻ ഉണ്ടാവണം. എത്ര രൂപ ബഡ്ജറ്റിലുള്ള വീടായിരിക്കണം, ആ വീടിന് എത്ര ബെഡ്റൂം വേണം, എത്ര നാളുകൊണ്ട് ഈ വീട് കംപ്ലീറ്റ് പണി കഴിയും, ഇങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി നമുക്ക് വ്യക്തമായിട്ടൊരു ധാരണ ഉണ്ടാവണം. ഇങ്ങനെ നമ്മുടെ ആഗ്രഹത്തെപ്പറ്റി വ്യക്തമായി ഒരു ധാരണ ഉണ്ടാവണം. എങ്കിൽ മാത്രമേ നമുക്ക് വളരെ പെട്ടെന്ന് ലക്ഷ്യം കൈവരിക്കാൻ പറ്റുകയുള്ളൂ. നിങ്ങൾക്ക് ലൈഫിൽ വിജയിക്കണമെങ്കിൽ നിങ്ങൾക്ക് വേണ്ട രണ്ടാമത്തെ ക്വാളിറ്റി ഡിസിപ്ലിനാണ്. നമുക്കെല്ലാവർക്കും മോട്ടിവേഷൻസ് ഒക്കെ കിട്ടുന്ന സമയത്ത് വർക്ക് ചെയ്യാൻ ഭയങ്കര എളുപ്പമായിരിക്കും. പക്ഷേ മോട്ടിവേഷൻ ഇല്ലാത്ത സമയത്തും നമ്മൾ മടിയില്ലാതെ വർക്ക് ചെയ്യുന്നതാണ് ഡിസിപ്ലിൻ. നമ്മുടെ ലൈഫിൽ നമ്മൾ ഒരു ചെറിയ ഗോൾ വയ്ക്കും, എന്നിട്ട് ഡെയിലി നമുക്ക് ആ കാര്യത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ പറ്റാതെ വരും. പിന്നെ ചെയ്യാം, പിന്നെയാവട്ടെ എന്ന് ആലോചിച്ചിരിക്കും. അതാണ് നമ്മളുടെ പ്രശ്നം. ഗോളും പ്ലാനും എല്ലാം ഉണ്ട്, ഇവിടെ പ്രശ്നം ഡിസിപ്ലിൻ ഇല്ലായ്മയാണ്. ഉദാഹരണത്തിന്, നിങ്ങൾക്ക് രാവിലെ നേരത്തെ എഴുന്നേൽക്കാൻ പ്ലാനുണ്ട്, പക്ഷേ അലാറമടിക്കുമ്പോൾ അത് ഓഫ് ചെയ്തിട്ട് കിടന്നുറങ്ങുന്നു. അല്ലെങ്കിൽ വർക്ക് ചെയ്യാൻ പ്ലാനുണ്ട്, പക്ഷേ ഫോൺ എടുത്ത് നമ്മൾ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഇതൊക്കെ നമുക്ക് ആ സമയത്ത് ചെറിയ കാര്യങ്ങൾ പോലെ തോന്നാം, പക്ഷേ നമ്മുടെ വിലപ്പെട്ട സമയങ്ങളാണ് ആ സമയത്ത് നമുക്ക് നഷ്ടമാകുന്നത്. ഡിസിപ്ലിൻ എന്നത് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത സമയത്തും നിങ്ങൾ നിങ്ങളോട് തന്നെ ഒന്ന് ചോദിച്ചു നോക്കൂ, ഞാൻ സീരിയസ് ആണോ, ഞാൻ മാറ്റത്തിന് റെഡിയാണോ എന്ന്. ഇന്നു മുതൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി ചെറിയ ഡിസിപ്ലിൻ സ്റ്റാർട്ട് ചെയ്യണം. സമയം പാലിക്കുക, ഡ്രീം സക്സസ് ആവാനുള്ള കാര്യങ്ങൾ ചെയ്യുക, എക്സ്ക്യൂസസ് ഒഴിവാക്കുക. അടുത്തത്, നിങ്ങളുടെ വിജയത്തിലേക്ക് പെട്ടെന്ന് എത്തിക്കാനുള്ള മൂന്നാമത്തെ കാര്യമാണ് കൺസിസ്റ്റൻസി. കൺസിസ്റ്റൻസി എന്താണെന്ന് സിമ്പിളായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു കാര്യത്തിന് വേണ്ടി നിർത്താതെ നമ്മൾ പ്രയത്നിച്ചു കൊണ്ടിരിക്കുന്നതിനെയാണ് കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. കൺസിസ്റ്റൻസി കൊണ്ടുള്ള ബെനിഫിറ്റ്സ് നമുക്ക് നോക്കാം. ഒന്നാമത്തെ കാര്യം, നമ്മുടെ കോൺഫിഡൻസ് ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ആകും. നമുക്ക് നമ്മളോട് തന്നെ ഒരു വിശ്വാസമുണ്ടാകും. രണ്ടാമത്തെ കാര്യം, നമ്മുടെ സ്കിൽ ഇമ്പ്രൂവ് ചെയ്യാൻ നമുക്ക് ഹെൽപ്പ് ചെയ്യും. സക്സസ്സിലേക്ക് എത്തിക്കാനുള്ള ഈസി മെത്തേഡാണിത്. അടുത്തത്, നാലാമതായി നമുക്ക് വേണ്ടത് പോസിറ്റീവ് മൈൻഡ് സെറ്റാണ്.
നമ്മൾ ആർക്കും പോസിറ്റീവ് എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മൾ ഹാപ്പി ആയിട്ട് ഇരിക്കണമെന്നാണ്. എങ്കിൽ അങ്ങനെയല്ല. നമ്മുടെ ലൈഫിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും നമ്മൾ തളരാതെ ആ പ്രശ്നത്തെ ഹാൻഡിൽ ചെയ്യുന്നതാണ് പോസിറ്റീവ് മൈൻഡ് സെറ്റ്. എന്തൊക്കെ പ്രശ്നങ്ങൾ മുന്നിൽ വന്നാലും ഞാൻ തളരാതെ മുന്നോട്ട് പോകും, അവസ്ഥകൾക്ക് ഒരു മാറ്റം വരും, ഞാൻ പൂർവാധികം ശക്തിയോടെ തിരിച്ചു വരും എന്ന് ചിന്തിക്കുന്ന മനോഭാവമാണ് നമുക്ക് വേണ്ടത്. അടുത്തത്, അഞ്ചാമത് നമുക്ക് വേണ്ടത് ഹാർഡ് വർക്കാണ്. മടിയും ബുദ്ധിമുട്ടും തടസ്സങ്ങളും എന്തുതന്നെയായാലും നമ്മുടെ ലക്ഷ്യം നേടാൻ വേണ്ടിയിട്ട് നമ്മൾ തുടർച്ചയായിട്ട് എഫേർട്ട് ഇട്ടുകൊണ്ടിരിക്കണം. ഡെയിലി നമ്മൾ എഫേർട്ട് ഇടുക, ഗിവ് അപ്പ് ചെയ്യാതിരിക്കുക, സമയം വേസ്റ്റ് ചെയ്യാതെ യൂസ് ചെയ്യുക, എത്ര കഷ്ടമുള്ളതാണെങ്കിലും ചെയ്യാൻ തയ്യാറാവുക. ഇതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഞാൻ പറഞ്ഞ ഈ 5 കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും നിങ്ങളുടെ ജീവിതം സമ്പൂർണ്ണമായിരിക്കും, നിങ്ങളുടെ ജീവിതം സ്വസ്ഥമായിരിക്കും, നിങ്ങളുടെ ആഗ്രഹങ്ങളും എല്ലാം നിങ്ങൾക്ക് നേടുവാൻ സാധിക്കും.